ഹായ് ഗൈസ്, നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് മൈൻക്രാഫ്റ്റ് ലെറ്റ്സ് പ്ലേ സീരീസാണ്. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ എന്നെ പരിചയപ്പെടുത്തി തരാം. എൻ്റെ പേര് ജെനറിക്സ്. നമ്മൾ മൈൻക്രാഫ്റ്റിൻ്റെ വീഡിയോസാണ് ഇനി മുതൽ ചെയ്യാൻ പോകുന്നത്. ഞാൻ വേറെയും കുറേ ഗെയിംസൊക്കെ കളിക്കുന്നുണ്ട്. നിങ്ങൾ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് വേറെ കുറേ ഗെയിംസൊക്കെ ട്രൈ ചെയ്ത് നോക്കുന്നതാണ്. അതുപോലെ തന്നെ ഞാൻ കളിക്കുന്നത് മൈൻക്രാഫ്റ്റ് ഒറിജിനൽ വെർഷനാണ്. പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത ബെഡ് റോക്ക് എഡിഷനാണ്. അപ്പോൾ നമ്മുടെ വേൾഡ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്കപ്പോൾ ബാക്കി കാര്യങ്ങളൊക്കെ നോക്കാം. നമ്മൾ സ്പോണായി വീണത് നല്ലൊരു സ്ഥലത്താണ്. നമുക്ക് ഫസ്റ്റ് കുറച്ച് വൂള് വേണം, 3 വൂള് വേണം. അതേപോലെ കുറച്ച് വുഡും കളക്ട് ചെയ്യണം. എന്നിട്ട് ബെഡ് ഉണ്ടാക്കാം. അതുപോലെ കുറച്ച് ടൂൾസൊക്കെ എടുത്തിട്ട് ഇതാക്കാം. ഷീപ്പ് ഉണ്ട് ഇവിടെ, ഇതിനെ കൊല്ല. ഇത് ചാവാത്ത ഒരു വൂള് കിട്ടി. ഫസ്റ്റ് വൂള് കിട്ടി. ഓ, അടിയിൽ ഇതാ ഒരു ഷീപ്പിനെ വേറെ കണ്ടുക്കണം, പോയി കൊല്ല. ആദ്യം വൂള് വേണം. വൂളില്ല നമുക്കൊന്നും നടക്കില്ല. രാത്രിയായ പടമാവും ബെഡില്ലെങ്കിൽ. അപ്പോൾ ആദ്യം കണ്ണ് കാണുന്ന ഷീപ്പിനൊക്കെ കൊല്ലാം. ഒരു ഷീപ്പും കൂടി വേണം. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഒരു ഷെൽട്ടർ കെട്ടണം. അതേപോലെ കേവൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യണം. പിന്നെ വേറൊരു കാര്യം പറഞ്ഞാൽ എനിക്ക് ഞാൻ മൈൻക്രാഫ്റ്റിൽ അത്ര പ്രോയൊന്നുമല്ല. ബേസിക്കായിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ തന്നെയുള്ള അറിയാം. നിങ്ങൾ വേണം പറയാൻ. നിങ്ങൾ ഓരോ കാര്യങ്ങൾ പറയണേ നമ്മളിതിൽ ചെയ്യുന്നതാണ്. എനിക്ക് ഫുള്ളായിട്ടൊന്നും ഇതിൻ്റെ എന്താ അറിയില്ല. ഞാൻ കളിക്കാറുണ്ട്, പക്ഷെ അങ്ങനെയൊക്കെ ഇത് ഫുള്ളായിട്ട് ഇതെങ്ങനെ കളിക്കേണ്ടതെന്നൊന്നും അറിയത്തില്ല. ഫ്രണ്ട്സിൻ്റെ കൂടെയൊക്കെ കുറേ കളിച്ചാണ് ഞാൻ ഈ സാധനം. ഇപ്പോൾ 3 വൂള് കിട്ടിയിട്ടുണ്ട്. നമുക്ക് മരം ഒന്ന് വെട്ടാം. ഇവിടെ ഒരു മരം കാണുന്നുണ്ട്. കുറച്ച് മരം വെട്ടി ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടാക്കി. അതേപോലെ ഫസ്റ്റ് നമുക്കൊരു ഷെൽട്ടർ കെട്ടാമെന്ന് വിചാരിക്കണേ. ഷെൽട്ടർ കെട്ടിയിട്ട് നമുക്ക് ചെറിയൊരു ഷെൽട്ടർ, വലുതായിട്ടൊന്നുമില്ല, ചെറിയൊരു ഷെൽട്ടർ, നമ്മളെ ബെഡും ക്രാഫ്റ്റിംഗ് ടേബിളൊക്കെ വെക്കാനുള്ള ചെറിയൊരു ഷെൽട്ടർ അത് കെട്ടിയിട്ട് നമുക്ക് ആക്കും പോലെ നല്ലൊരു ബേസ് പണിയുക. ഇതൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്യുക. നമുക്കൊരു ബേസ് പണിയണം. അതേപോലെ ഒരു ഫാം നടത്തണം. അങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്യാണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്കൊരു ബെഡ് ഉണ്ടാക്കാം. ബെഡ് ഉണ്ടാക്കിയാൽ ഏകദേശം പണിയൊക്കെ കഴിഞ്ഞു. പിന്നെ നൈറ്റ് പേടിക്കാനില്ല. ഫസ്റ്റ് ഒരു ബെഡ്, അങ്ങനെ ബെഡ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അത്യാവശ്യം കുറച്ച് ടൂൾസ് ഉണ്ടാക്കിയിട്ട് കുറച്ച് സ്റ്റോൺ കളക്ട് ചെയ്ത് ടൂൾസൊക്കെ റെഡിയാക്കാം. സോംബിൻ്റെ സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട്. നമുക്ക് വേഗം കുറച്ച് വുഡ് കളക്ട് ചെയ്ത് ടൂൾസൊക്കെ ഉണ്ടാക്കാം. അപ്പുറത്ത് ഫുള്ള് സാൻഡാണ്. വുഡ് കുറച്ച് വുഡ് എടുക്കാം. ഇവിടുന്ന് നമുക്കിവിടുന്ന് കുറച്ച് വുഡ് കളക്ട് ചെയ്തിട്ട് ഒരു പിക്കാക്സ് ഉണ്ടാക്കി കുറച്ച് സ്റ്റോൺ എടുക്കണം. സ്റ്റോൺ എടുത്തിട്ട് നമുക്കൊരു ഫർണസ് സെറ്റ് ചെയ്യണം. എന്നിട്ട് നമുക്ക് ഷെൽട്ടർ കിട്ടണില്ല. ഫസ്റ്റ് നമുക്കൊരു വില്ലേജ് കണ്ടുപിടിക്കാം. കാരണം നമുക്ക് വേണ്ട റിസോഴ്സസൊക്കെ അവിടെ നിന്ന് കിട്ടും. വില്ലേജിൻ്റെ തൊട്ടടുത്തിട്ട് നമുക്കൊരു ബേസും പണിയാം. വില്ലേജിൻ്റെ അവിടെ നമുക്കൊരു ബേസ് സെറ്റാക്കാം. ആദ്യം കുറച്ച് വുഡ് എടുത്ത് ടൂൾസ് റെഡിയാക്കാം. ഫർണസ് വേണം, ഫുഡൊക്കെ കുക്ക് ചെയ്യണം. നൈറ്റ് ആവണം. നമുക്ക് ഫസ്റ്റ് ഒന്ന് ബെഡ് ഇട്ട് കിടക്കാം. എനിക്ക് സോംബി പണി പറ്റിക്കും. കടന്നിട്ടുണ്ട്. ഞാൻ വിളിത്തു ബെഡ് എടുക്കാം. നമുക്ക് വേഗം ഒരു പിക്കാക്സ് ഉണ്ടാക്കിയിട്ട് കുറച്ച് സ്റ്റോൺ പൊട്ടിച്ചെടുക്കാം. ഇവിടെ സ്റ്റോൺ പൊട്ടിച്ചെടുത്ത് ഫർണസ് സെറ്റ് ചെയ്തിട്ട് നമുക്ക് വേഗം വില്ലേജ് കണ്ടുപിടിക്കാം. അവിടെ കുറച്ച് സ്റ്റിക്ക് എടുത്ത് പിക്കാക്സിന് 3 ഇതുവാണല്ലോ. ഒരു പിക്കാക്സായി. കുറച്ച് സ്റ്റോൺ വേണം. സ്റ്റോൺ ഇപ്പോൾ ഞാൻ ഇവിടെ കണ്ടല്ലോ. എന്താ ഇവിടെ ഉണ്ട് സ്റ്റോൺ.
കോളിട്ടി ഇതേ അയ്യാണ് നിൽക്കട്ടെ. ഫസ്റ്റ് ഞാൻ സ്റ്റോണിൻ്റെ ഇതില്ലാതെ നമുക്ക് ഇത് കിട്ടില്ല. ഇതിപ്പം എങ്ങനെ പണിയായല്ലോ. പൊട്ട് പക്ഷെ മിനിറ്റ് ആദ്യം നേരെ ചൊവ്വ നിൽക്കണം. ഇവിടെ നിന്ന് പൊട്ടിക്കട്ടെ. വെള്ളത്തിൻ്റെ അടിയിലായി കൊണ്ട് ചെറിയ ഇവിടെ നിന്ന് കുറച്ച് ഇതോടെ അയണുണ്ട്. നമ്മളെ വെള്ളത്തെ ഫസ്റ്റ് അയണ് കണ്ടു. പക്ഷെ അയണ് വുഡൻ പിക്കാക്സ് കൊണ്ട് പൊട്ടിച്ച അയണ് കിട്ടൂല. കുറച്ച് കോളെടുക്കുക. കോള് നമുക്ക് അത്യാവശ്യമാണ്. കാരണം കുക്ക് ചെയ്യാനും അതേപോലെ ടോർച്ച് ഉണ്ടാക്കാനൊക്കെ കോൾ ആവശ്യം വരും. പക്ഷെ എത്ര പെട്ടെന്ന് ഞാൻ അയൺ കിട്ടുമെന്ന് കരുതിയില്ല. അതിനായിട്ട് കുറച്ച് വെള്ളമാണ് കുറച്ച് സ്റ്റോൺ. ക്രാഫ്റ്റിംഗ് ടേബിൾ വെക്കുക. കുറച്ച് സ്റ്റിക്ക് വേണം. സ്റ്റിക്ക് എടുത്തു. ഇനി സ്റ്റോൺ പിക്കാക്സ് ഉണ്ടാക്കി ഒരു ആക്സ് ഇരുന്നോട്ടെ. കാരണം വുഡ് കളക്ട്. പിന്നെ അതിൻ്റെ സോഡ്, ഒരു ഷവല്. ഇത്ര സാധനങ്ങൾ മതിയാവും എന്ന് കരുതണു. ഇനിയിപ്പോൾ എന്താ, ഇനിയിപ്പോൾ വേറെ വേണമെന്നൊന്നുമില്ലല്ലോ നമുക്ക്. അയ്യോ, ആക്സ് അവിടെ. ആക്സ് എടുത്തു പൊട്ടിച്ചെടുക്കാം. നമ്മൾ അയ്യാണിപ്പോൾ ഇവിടെ സ്പോട്ട് ചെയ്തത്. അയ്യണൊന്ന് പൊട്ടിക്കട്ടെ. പൊട്ട്. ഈ വെള്ളത്തിൻ്റെ അടിയിലായി കൊണ്ട് പെട്ടെന്ന് പൊട്ടിക്കിട്ടാൻ പാടാം. ഞങ്ങൾ വേൾഡിലത്തെ ഫസ്റ്റ് അയ്യാണ് എടുത്തിട്ടുണ്ട്. നമുക്ക് കുറച്ചുകൂടി അയ്യാണ് കിട്ടിയാൽ ആർമറും ഇതൊക്കെ സെറ്റ് ചെയ്യാമെന്ന്. ഷീൽഡ്, ആർമർ, കോളൊക്കെ ഒന്ന് കുത്തിയെടുക്കട്ടെ. നമ്മൾ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു വേൾഡ് തന്നെ വന്ന് പെട്ടിക്കണ്. നമുക്ക് വേഗം വില്ലേജ് ഫൈൻഡ് ചെയ്യണം. എന്നിട്ടൊരു ബേസ് കെട്ടണം. ബേസ് കെട്ടിയിട്ട് ബാക്കി കാര്യം ഫാമൊക്കെ ചെയ്തിട്ട് നമ്മൾ ആക്കും പോലെ ആർമർ സെറ്റ് ചെയ്തിട്ട് മൈനിങ്ങിന് ഇറങ്ങാം. ഇപ്പം ഇത്ര മതി. നമുക്കൊരു ഫർണസ് ഉണ്ടാക്കണം. എവിടെയല്ല ഇപ്പം നമ്മൾ ക്രാഫ്റ്റിംഗ് എബിലിറ്റി. ഫർണസ് എടുത്തു. ക്രാഫ്റ്റിംഗ് ടേബിൾ പൊട്ടിക്കുക. ഫുഡില്ലേ വിശക്കുണ്ട്, ഹങ്കറുണ്ട്. ഫർണസ് അവിടെ. ഫർണസ് ഇട്ടു. ഫുഡ് വെച്ചു. കത്തല് നിന്നില്ലേ? അതാ ഞാൻ വുഡൻ പിക്കാക്സൊക്കെ വെച്ച് നല്ല സ്ഥലം, കുഴപ്പമില്ല, നല്ല രസമുണ്ട്. നമുക്ക് വേഗം ഫുഡായിട്ട് വേണം ഒന്ന് ഇതായി. ഫുഡ് ഒന്നുകൂടി കത്തി തീർന്നാൽ മതി. കുക്കായി നമുക്ക് നിർത്തിയിട്ട് ഫർണസ് പൊട്ടിച്ചെടുക്കാം. നമുക്ക് വേഗം വില്ലേജ് തപ്പി പോവാം. നേരെ നടക്കാം. അവൾക്ക് കുറേ ഇത് കാണുന്നുണ്ട്. നേരെ നടന്നു പോയേക്കാം. കുഴപ്പമില്ല, നല്ലൊരു സൈഡൊക്കെ തന്നെ. നമുക്ക് വില്ലേജ് ഒന്ന് തപ്പി പോവാം. ഞാൻ കൂടുതൽ ലാഗ് അടിപ്പിക്കണില്ല. ഞാൻ വില്ലേജ് കണ്ടെത്തിയിട്ട് വീഡിയോ ഇതാക്കാം. ഗൈസ്, അങ്ങനെ നടന്ന് വില്ലേജ് കണ്ടു. ഇതാ അവിടെ ഒരു വില്ലേജ് കണ്ട് പോയൊക്കെ നമുക്ക് വേണ്ട സാധനങ്ങളൊക്കെ എടുക്കാം. പക്ഷെ നമുക്ക് ചെന്ന് നോക്കാം. അവിടെ ഒരു വില്ലേജൊക്കെ കണ്ടു.
കുറച്ച് നടന്നു. ഞാൻ കോർഡിനേഷനൊക്കെ ഒന്ന് ഓണാക്കിയിട്ടായിരുന്നേ. വില്ലേജ് കിട്ടി. ഇപ്പം മാക്സിമം പറ്റാവുന്നത്ര സാധനങ്ങൾ ഇവിടെ നോക്കുക, അതാണ് നമ്മുടെ ലക്ഷ്യം. ബ്രെഡൊക്കെ മാക്സ് വീറ്റ് കുറച്ച് കളക്ട് ചെയ്യുക, കാരണം നമുക്ക് വീറ്റ് ഫാം തുടങ്ങണം. മാക്സിമം ഇവിടെ നിന്ന് കളക്ട് ചെയ്യാൻ പറ്റണം അത്രയും സാധനങ്ങൾ നമുക്ക് ഇവിടെ നിന്ന് എടുത്തിട്ട് പോവുക. എനിക്ക് ഈ വില്ലേജ് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയാൻ കാരണം എനിക്ക് പൊതുവെ ഇങ്ങനത്തെ ഈ ബയോമിലൊക്കെ തീരെ ഇഷ്ടമല്ല. ഇവിടെ ഒന്നുമില്ല, പറ്റിച്ചു ഇവിടെ ഒന്നുമില്ല. ഇവിടെ ഒരു ഇതുണ്ട്. ഇവിടെ കാര്യമായിട്ടൊന്നുമില്ലല്ലോ. ഒരു സോംബീസ് അത്യാവശ്യത്തിനുണ്ട് കേട്ടോ ഇവിടെ. അയ്യോ, കടി കിട്ടി. ഇതെന്താ ഒന്നുമില്ലാത്തൊരു വില്ലേജ്. നമുക്ക് എന്തായാലും വീട് ബേസ് വെക്കണ്ട എന്നാണ് ഞാൻ കരുതുന്നത്. കാരണം എന്തൊരു രസമല്ല പൊതുവെ ഇങ്ങനത്തെ വില്ലേജിനും ബയോമിൽ ഇരിക്കണ തീരെ ഇഷ്ടമല്ല. നമുക്ക് എന്തായാലും ഇവിടുന്ന് കുറച്ച് സാധനങ്ങൾ എടുത്തിട്ട് പോവുക, ഇത് നല്ലത്. 2 എമറാൾഡ് കിട്ടി. എമറാൾഡ് വേണ്ടി വരും. മേജറിനൊക്കെ എന്തെങ്കിലുമൊക്കെ കൊടുത്ത് ട്രേഡ് ചെയ്യുക. എന്താ കണ്ട സാധനങ്ങളൊക്കെ എടുക്കുക. ഇപ്പോൾ വേറെ എന്തെങ്കിലും ഗെയിമൊക്കെ കളിക്കണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയാം, നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. ഇവിടെ ഒന്നുമില്ല, കാര്യമായിട്ടൊന്നുമില്ല. ഇപ്പോൾ ഈ വില്ലേജിൽ ഇവിടെ ഒന്നുമില്ല. എന്താ ഒന്നുമില്ലാത്തൊരു വില്ലേജ്. ഇവിടെ കാര്യമായിട്ട് ഈ എന്താ ഇപ്പോൾ ഫുഡ് ഐറ്റംസ് തന്നെ ഉള്ളു കാണാൻ. വേറെ അങ്ങനെ ഇതൊന്നും കണ്ടില്ല. എന്താ ഞാൻ മൈൻക്രാഫ്റ്റ് പഠിച്ചിരുന്നുള്ളൂ, എനിക്കിതിൻ്റെ ഫുള്ളായിട്ട് കാര്യങ്ങളൊന്നും അറിയില്ല. നിങ്ങൾ വേണം ഓരോന്ന് പറഞ്ഞു തരാൻ. നമുക്കിപ്പോൾ ഒരു ബേസ് ഇട്ടുക, നല്ല അത്യാവശ്യം ഒരു ഒരു ഫാമൊക്കെ നടത്തിയിട്ട് വരുന്ന എപ്പിസോഡിലൊക്കെ നമുക്ക് ഓരോന്നോരോന്നായി ചെയ്യാം. നമുക്കിപ്പോൾ ഇവിടുന്ന് പോവാം. നമുക്ക് വേറെ വില്ലേജ് തപ്പിയിട്ട് അവിടെ ബേസ് ഇട്ട് ഇവിടുന്ന് പോവാം. 2000 years later. ഗൈസ്, ഫൈനലി നമ്മളൊരു വില്ലേജ് കണ്ടെത്തിയേക്കാണ്. ഞാൻ കരുതിയൊരു ബയോമിലുള്ള വില്ലേജ് തന്നെ കിട്ടിയാണ്. പോയി നോക്കാം. അത്യാവശ്യം നല്ലൊരു വില്ലേജൊക്കെ തന്നെയാണ്. കുഴപ്പമില്ല. നല്ലൊരു അത്യാവശ്യം വലിയ വില്ലേജ് തന്നെ കണ്ടിട്ട് തോന്നണം കേട്ടോ. നമുക്കെന്തായാലും ഇനി ഇവിടെ ഒരു ബേസൊക്കെ പണിയാം. കുറേ തെരച്ചിലിന് ശേഷം കേട്ടോ ഒരു ബേസ് കിട്ടണേ. അത്യാവശ്യം നല്ലൊരു വില്ലേജ്, ഐ ലൈക്ക് ഇറ്റ്. നമുക്കിനി ഇവിടുന്ന് എന്തെങ്കിലുമൊക്കെ കുറേ സാധനങ്ങൾ കിട്ടുമോ നോക്കാം. ഇവിടെ ഒന്നുമില്ല. നമുക്ക് ചെറിയൊരു ബേസ് മതി, വലിയതായിട്ടുള്ള ബേസൊന്നും വേണ്ട. അത്യാവശ്യം കുറച്ച് സ്റ്റോൺ വേണം. ഇവിടെ ഒന്നുമില്ലല്ലോ, നമ്മളെ പറ്റിച്ച. ഇവിടെ റിസോഴ്സസ് കുറവാണ്. ഇവിടെയില്ല. നമുക്ക് എന്താ കേട്ടോ കുറച്ച് സാൻഡ് എടുക്കാം. സാൻഡ് ആവശ്യമുണ്ട്, കാരണം നമുക്ക് സാൻഡ് ഒരുക്കിയ ഗ്ലാസ് കിട്ടും. വീട് ഡെക്കറേറ്റ് ഗ്ലാസ്സൊക്കെ വെച്ചിട്ട് ഇതാക്കാം. കുറച്ച് സാൻഡ് എടുക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലത്തെ മൈൻക്രാഫ്റ്റ് കണ്ടൻറ്റ്സൊക്കെ ഇഷ്ടപ്പെടുന്നവർ വീഡിയോ എന്തെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷനൊക്കെ ഓണാക്കിയിടുക. നല്ല ഞാൻ ഇടുന്ന വീഡിയോസ് അപ്പോൾ നിങ്ങളിലോട്ടൊക്കെ എത്തുക. സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇത് സാൻഡ് ഇത് മതി.
അത്യാവശ്യമുള്ളത് കഴിക്കണം. ഇനി നമുക്ക് കുറച്ച് വുഡ് കളക്ട് ചെയ്യാം. വുഡൊക്കെ വേണം. വുഡാണ് വേണ്ടത്, കാരണം നമുക്ക് പ്ലാങ്ക്സ് വേണ്ടി വരും. ചെറിയൊരു ബേസാണ് ഉദ്ദേശിക്കണം കേട്ടോ. എന്തുകൊണ്ടൊക്കെയാണ് വെട്ടണം? ആക്സ് എവിടെ? എന്ത് മണ്ടന ആക്സ് കിട്ടിട്ട് നമ്മൾ വുഡ് അത്യാവശ്യം വേണം. വുഡൊക്കെ വേണം. വുഡ് കളക്ട് ചെയ്യുക. നമ്മുടെ വീട് ഉണ്ടാക്കാനുള്ള റിസോഴ്സൊക്കെ റെഡി ആയിക്കണം. വുഡ്, അതേമാതിരി സ്റ്റോൺസും സാൻഡ്, ഗ്ലാസ് ഉണ്ടാക്കാനാണ്. അപ്പോൾ നമുക്കിനി ബേസ് കെട്ടേണ്ട പ്ലേസ് കണ്ടുപിടിക്കുക. കുറച്ച് ഇട്ടിട്ട് ബേസ് കെട്ടാന്ന് എൻ്റെ മനസ്സിലുള്ളത്. ഇവിടുന്ന് കുറച്ച് മാറി ബേസ് ഉണ്ടാക്കാൻ. ഇവിടെ വേണ്ട, അപ്പുറത്തോട്ട് പോവുക. അപ്പുറത്ത് കുറച്ച് നമ്മൾ വരുന്നതിക്ക് കുറച്ച് പ്ലെയിനായിട്ടുള്ള സ്ഥലമുണ്ട്. അവിടെ ഉണ്ട്. അവിടെ ഞാൻ മൊബൈലാണ് കളിക്കുന്നത്. PC ഒന്നല്ല, ബെഡ്റൂം എഡിഷനാണ്. കുറച്ച് ഇവിടെ എവിടെയൊക്കെ ആയിട്ട് കെട്ടാൻ. ഫുഡ് തീരല്ല കേട്ടോ, വെറുതെ നല്ല സ്ലോ ആയിക്കണം. ഫുഡ് കഴിച്ചിട്ടുണ്ട്. ഇനി ഇവിടെ മാറിയിട്ട് ഈ ഒരു ഇതിലായിട്ട് നമുക്ക് ബേസ് ഇട്ടാം. ഇവിടെ കുറച്ച് ആദ്യം നിരപ്പാക്കാം. ഇവിടെ നിരപ്പാക്കിയിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാം. ഗൈസ്, കുറേ നേരത്തെ ഇതിന് ശേഷം ഇവിടെ തന്നെ പ്ലെയിനാക്കി എടുത്തിട്ടുണ്ട്. ഇവിടെ വേണം ബേസ് ഇട്ടാൽ. നൈറ്റ് ആവുന്നുണ്ട്. നമുക്ക് ബെഡ് വെച്ചിട്ട് ക്രാഫ്റ്റിംഗ് ടേബിൾ വെക്കാം. എടുത്തിട്ട് വെച്ച് കടന്നുറങ്ങും. അപ്പോൾ കടന്നുറങ്ങിയിട്ട് ഇതായിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ സാൻഡ് ഒന്ന് സ്മെൽറ്റ് ചെയ്യാൻ വെക്കാം. വെച്ചെടുക്കാം. നമുക്കിനി ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ചെറിയ ബേസ് ഇവിടുന്ന് ഇങ്ങോട്ട് ഫേസ് ചെയ്തിരിക്കണേ. ചെറിയ ബേസ് ഇവിടെ വെക്കാം. 1 2 3 മൂന്നെണ്ണം മതിയാവുന്ന 4 3 1. അപ്പോൾ ഫൈനലി നമ്മുടെ ബേസ് പണിതേക്കുവാണ്. വലിയ ബേസൊന്നുമല്ല, ചെറിയൊരു ബേസ് എൻ്റെ കൺസെപ്റ്റിൽ ഉണ്ടാക്കിയൊരു ബേസാണ്. അപ്പോൾ നമ്മുടെ ബാക്കിലാണ് ബേസ് ഇരിക്കുന്നത്. ഇതാണ് നമ്മളുണ്ടാക്കിയ ബേസ്. ഇനി കുറച്ച് ഇപ്പുറത്തായിട്ട് വീറ്റ് ഫാം ഉണ്ടാക്കണം. അതേപോലെ കൗ ഫാമും അങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കണം. ഇതാണ് നമ്മുടെ ബേസ് വരുന്നത്. ചെറിയ ബേസാണ് ഇത്. ഉൾഭാഗം അതേപോലെ ഇത് ജസ്റ്റ് മോൾക്കൊന്നും ഉണ്ടാക്കിയുണ്ട്. ഇത്രേ ഉള്ളൂ. നമുക്ക് നമ്മുടെ ബെഡും കാര്യങ്ങളൊക്കെ ഒന്ന് ഉള്ളിലോട്ട് വെക്കാം. ഫർണസും ബെഡൊക്കെ നേരത്തെ സ്മെൽറ്റ് ചെയ്യാൻ വെച്ചിരുന്നു. കുറേ ഗ്ലാസ് കെട്ടി ഒക്കെ സ്മെൽറ്റ് ചെയ്ത് വെച്ചിരുന്നു. ഈ ബെഡും കാര്യങ്ങളൊക്കെ ഉള്ളിരുന്ന് വെക്കാം. ബെഡ് അവിടെ, ബെഡ്, ക്രാഫ്റ്റിംഗ് ടേബിൾ, ഫർണസ് ഇട്ട് നമുക്ക് തൊണ്ട് അങ്ങനെ വെക്കാം.
ഫർണസ് ഇവിടെ ഇരിക്കുന്നത്. ക്രാഫ്റ്റ് ടേബിൾ ഇങ്ങനെ ഇവിടെ പുറത്ത് മഴ ചെയ്തു. അതേപോലെ നമ്മൾ നേരത്തെ പൊട്ടിച്ചെടുത്ത കുറച്ച് ആ ഷെൽഫില്ല, ബുക്ക് മാത്രമുണ്ട്, ഷെൽഫില്ല. ഒക്കെ നമുക്ക് വഴിയെ സെറ്റാക്കാം. ഇപ്പോൾ തൽക്കാലം ഇവിടെ ഇരുന്നോട്ടെ. അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. റീസ്പോൺ പോയിന്റ് സെറ്റാക്കാം. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക മറക്കരുത്. അപ്പോൾ ഫസ്റ്റ് വീഡിയോ കൊണ്ട് ചെറിയ തെറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, എല്ലാവരും ഒന്ന് ക്ഷമിക്കുക. അപ്പോൾ നമ്മളിനി ഇങ്ങനത്തെ നല്ല വീഡിയോസായിട്ട് വരും. ലെറ്റ്സ് പ്ലേൻ്റെ രണ്ടാമത്തെ എപ്പിസോഡൊക്കെ നമ്മൾ വൈകാതെ അപ്ലോഡ് ചെയ്യാൻ പോകുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ബൈ ഗൈസ്.